അഭിമന്യ യോഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് തിരുമേനി, എൻ്റെ സഹപ്രവർത്തകനും പ്രിയ സ്നേഹിതനുമായ PH കുര്യൻ, ഡേറ മാനേജർ ബഹുമാനപ്പെട്ട മാത്യു ജോൺ അച്ഛൻ, ബഹുമാനപ്പെട്ട വൈദികരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, പരിശുദ്ധ പാമ്പാടി തിരുമേനിയുടെ ചരമ കനക ജൂബിലി ആഘോഷിക്കുന്ന വേളയിൽ വീണ്ടും ഈ പരിശുദ്ധ ദേവാലയത്തിൽ വരാൻ കഴിഞ്ഞതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിനു മുമ്പും ഞാനിവിടെ വന്നിട്ടുണ്ട്. അന്ന് ആദ്യം ഇവിടെ വന്നപ്പോൾ അന്ന് നമ്മുടെ ഭദ്രാസന മെത്രാപ്പൊലീത്തയായിരുന്ന ഇവാനിയോസ് തിരുമേനിയുടെ താല്പര്യമനുസരിച്ച്, പിന്നെ ബഹുമാനപ്പെട്ട യോഹാനോൻ റമ്പാച്ചൻ്റെ നിരന്തര പ്രേരണകളും എന്നെ ഇവിടെ ഒരു സ്ഥിരം സന്ദർശകനാക്കിയിട്ടുണ്ട്. എപ്പോഴൊക്കെ ഈ പരിശുദ്ധ ദേവാലയത്തിൽ വരാൻ കഴിഞ്ഞിട്ടുണ്ടോ അന്നൊക്കെ വളരെ സമാധാനത്തോടും സംതൃപ്തിയോടും പ്രാർത്ഥിക്കാനും ഇവിടെ നിന്ന് പോകാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് പരിശുദ്ധ പാമ്പാടി തിരുമേനിയുടെ പവിത്രമായ ആ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് പരിശുദ്ധമായ ഒരു സ്ഥലമാണ്. ഇവിടെ അതുപോലുള്ള ചിന്തകൾക്ക് മാത്രമേ ഇവിടെ പ്രസക്തിയുള്ളൂ. ഇന്ന് അധ്യക്ഷ പ്രസംഗം നടത്തിക്കൊണ്ട് അഭിമന്യ യോഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് തിരുമേനി നമ്മളൊക്കെ സുവിശേഷത്തിൻ്റെ ഭാഗഭാക്കുകളാക്കണമെന്ന് പറഞ്ഞു. അത് തിരുമേനി എവിടെ നിർത്തിയോ അവിടെ നിന്നും തുടങ്ങണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്ന് ഇവിടെ പ്രവാസികളുടെ ഒരു സംഗമമാണ്. ഞാൻ പ്രവാസി വകുപ്പിൻ്റെ ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രവാസികൾക്ക് വേണ്ടി മാത്രം ഒരു സർക്കാർ വകുപ്പ് ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ സെക്രട്ടറി ആയ ആളാണ്. അതുകൊണ്ട് പ്രവാസികളുമായിട്ട് എനിക്ക് വലിയ ബന്ധമാണ്. അതിനും പ്രവാസി വകുപ്പ് സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഉള്ള പ്രവർത്തനങ്ങൾ വ്യാപൃതനാകുകയും പിന്നീട് പ്രവാസികളുള്ള സ്ഥലത്തൊക്കെ മലയാളി പ്രവാസികൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഞാൻ അവിടെ പോവുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും, അമേരിക്കയിലും കാനഡയിലും യൂറോപ്പിലും പിന്നെ മധ്യപൂർവ പ്രദേശങ്ങളിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല, മലേഷ്യയിലും എല്ലാം പോയി അവിടെയൊക്കെ പ്രവാസികളെ, നമ്മുടെ മലയാളികളായ പ്രവാസികളെയൊക്കെ കണ്ടിട്ടുണ്ട്. മലയാളി പ്രവാസികളുടെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം. അവരെവിടെയും പോകും, എവിടെയും അവരെ കണ്ടെത്താൻ സാധിക്കും. ഇപ്പോൾ തമാശയായിട്ട് ഞങ്ങളൊരു കഥ പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ടുണ്ട്. അത് ഇങ്ങനെയാണ്. എല്ലാവരും വിചാരിക്കുന്നു ചന്ദ്രനിൽ ആദ്യം കാലുകുത്തിയത് ആംസ്ട്രോങ് ഓൾഡ്രിനുമാണെന്നാണ്. അപ്പോൾ ആംസ്ട്രോങ് ഓൾഡ്രിനും ആണ് ചന്ദ്രനിൽ ആദ്യം കാലുകുത്തിയ മനുഷ്യൻ. അവരവിടെ ചെന്നപ്പോൾ ഒരു കാഴ്ച കണ്ടു. എന്താ, അവിടെ ഒരു ചായക്കട നടത്തുന്ന മലയാളിയെ കണ്ടു. അത് കഴിഞ്ഞ് തിരിച്ച് നാസയിൽ വന്നിട്ട് അവർ പറഞ്ഞു, നമ്മൾ പുറത്ത് പറയണ്ട, നമ്മളല്ല ആദ്യം ചന്ദ്രനിൽ പോയത്, അവിടെ പോയത് ഒരു മലയാളിയാണ്, അയാൾ അവിടെ ഒരു ചായക്കട നടത്തുന്നുണ്ട് എന്ന് പുറത്ത് പറയണ്ട എന്ന് നാസയിൽ പോയി റിപ്പോർട്ട് ചെയ്തതായി ഒരു കള്ളക്കഥ ഞങ്ങൾ പ്രചരിപ്പിച്ചിട്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് അവിടെ കൊണ്ട് അവസാനിച്ചില്ല. അത് കഴിഞ്ഞ് രണ്ടാമത്തെ മിഷൻ ചന്ദ്രനിലേക്ക് പോയി, അമേരിക്കയിൽ നിന്ന്, നാസയിൽ നിന്ന് തന്നെ. അപ്പോൾ അവർ പോകുന്നതിന് മുമ്പ് ആംസ്ട്രോങ്ങിൻ്റെ അടുത്ത് ചെന്ന് ബ്രീഫിങ്ങിന് വേണ്ടി ചെന്നപ്പോൾ ആംസ്ട്രോങ് പറഞ്ഞു, നിങ്ങൾ ചന്ദ്രനിൽ പോകുന്നതൊക്കെ കൊള്ളാം, അവിടെ ഒരു മലയാളി ഒരു ചായക്കട നടത്തുന്നുണ്ട്, അയാളെ കണ്ട് ഹായ് എന്ന് പറഞ്ഞേക്കണേ എന്നൊന്നും പറഞ്ഞു. അപ്പോൾ അവർ സമ്മതിച്ചു. അതനുസരിച്ച് അവർ ചന്ദ്രനിൽ ചെന്നു. അവിടെ ചെന്ന് നോക്കിയപ്പോൾ മലയാളിയെ കാണാനില്ല. പനിഷ്ഠോ പറഞ്ഞു, അദ്ദേഹം ചൊവ്വയിലേക്ക് സ്ഥലം മാറിപ്പോയി എന്ന് പറഞ്ഞു. മലയാളികൾ എവിടെ, ലോകത്തിൽ എവിടെയും അവരുണ്ട്, എവിടെയും പോകാൻ അവർ സന്നദ്ധരാണ്, അവർ എവിടെയും അഡ്ജസ്റ്റ് ചെയ്യുന്നവരാണ് എന്നൊക്കെയാണ് പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ കള്ളക്കഥ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. പക്ഷേ മലയാളികളുമായിട്ടുള്ള, പ്രവാസി മലയാളികളുമായിട്ടുള്ള എൻ്റെ ബന്ധത്തിൽ നിന്നും ഞാൻ പറയട്ടെ, ഈ പ്രവാസികളായ മലയാളികൾ, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും പ്രവർത്തിയെടുക്കുന്ന ഈ മലയാളികൾ കൃഷ്ണപരമ്പരെ പോലെയാണ്.
നിങ്ങൾ കൃഷ്ണപരുന്തിനെ കണ്ടിട്ടുണ്ടോ? അങ്ങ് നോക്കുക, ഇവിടെ നമ്മുടെ നാട്ടിൽ നോക്കുമ്പോൾ ആകാശത്തേക്ക് നോക്കിയാൽ നീലവിഹായസിൽ അതിങ്ങനെ പറന്ന് നടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ കൃഷ്ണപരുന്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ കൃഷ്ണപരുന്ത് ആകാശത്ത് ഇങ്ങനെ വട്ടം വിട്ടു പറക്കും. കുറച്ച് സമയം ചിറകടിച്ച് അത് പറക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ കാണാം ചിറകെല്ലാം ഒതുക്കി ആ മന്ദമായതിനോടൊപ്പം അതിങ്ങനെ അലസമായിട്ട് ഇങ്ങനെ ഒഴുകി നടക്കും. ഇതിങ്ങനെ ആകാശത്തിൻ്റെ മീതെ, ആകാശത്തിൻ്റെ ഇങ്ങനെ ഭൂമിക്ക് മീതെ ഇതിങ്ങനെ വട്ടം വിട്ട് പറക്കുമ്പോഴും ഇതിൻ്റെ കണ്ണ് എവിടെയായിരിക്കും? അത് അങ്ങ് താഴെയുള്ള ഏതോ ഒരു ഇരയിലായിരിക്കും. അതിൻ്റെ ഹൃദയം പിടിക്കുന്നത് ആരെക്കുറിച്ചായിരിക്കും? അങ്ങ് ഏതോ ദൂരെ ഒരു കുന്നിൻ പുറത്ത് ഒരു മരത്തിൽ ഒരു വൃക്ഷശാഖയിൽ താൻ ചകിരിനാരും ഉണങ്ങിയ ഇലകളും എല്ലാം കൊണ്ട് ഉണ്ടാക്കിയ ഒരു കൂട്ടിൽ പറക്കമുറ്റാത്ത തൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്തിട്ടാകും ഈ കൃഷ്ണപരുന്തിൻ്റെ ഹൃദയം പിടിക്കുന്നത്. അവന് വേണ്ടിയിട്ടാണ് ഈ കൃഷ്ണപരുന്ത് ഇങ്ങനെ വട്ടമിട്ട് പറന്ന് പോകുന്നത്. മലയാളി പ്രവാസികളും മറ്റു പ്രവാസികളും എല്ലാവരും തന്നെ ഇതുപോലെയാണ്. അവരങ്ങ് കാനഡയിലും അല്ലെങ്കിൽ അമേരിക്കയിലും യൂറോപ്പിലും അല്ലെങ്കിൽ മലേഷ്യയിലും അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലും ഒക്കെ ജോലി ചെയ്യുമ്പോഴും അവരവിടെ കഷ്ടപ്പെട്ട് അധ്വാനിക്കുമ്പോഴും അവരുടെ ചിന്തകൾ മുഴുവനും അങ്ങ് ദൂരെ വീയപുരത്തോ അല്ലെങ്കിൽ തൃക്കണ്ണാപുരത്തോ അല്ലെങ്കിൽ കണ്ണൂരിൽ എവിടെയോ ഇരിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ടവരെ ഓർത്തിട്ടായിരിക്കും അവരുടെ ഹൃദയം പിടിക്കുന്നത്. ഇത് ഞാൻ കണ്ടിട്ടുള്ള ഒരു പ്രത്യേകതയാണ്. ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ, അവർക്ക് വേണ്ടി കഷ്ടപ്പെടാൻ, അവർക്ക് വേണ്ടി എല്ലാം മാറ്റിവെക്കാൻ തയ്യാറാകുന്ന ഈ മലയാളികളാണ് വാസ്തവത്തിൽ കേരളത്തെ ഈ നിലയിൽ ഇന്ന് എത്തിച്ചിട്ടുള്ളത്. അവരുടെ കഷ്ടപ്പാടുകളും അവരുടെ വേദനകളും അവരുടെ പ്രയാസങ്ങളും അവരുടെ സങ്കടങ്ങളും അവരുടെ സന്തോഷങ്ങളും എല്ലാം വാസ്തവത്തിൽ പങ്കുവയ്ക്കാൻ മറ്റുള്ളവർ ബാധ്യസ്ഥരാണ്. ഞാനിത് പറയുന്നത് എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ്. കാരണം യൂറോപ്പിലും മറ്റ് പ്രദേശങ്ങളിലും, പ്രത്യേകിച്ച് മധ്യപൂർവ്വ ദേശങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടെ ലേബർ ക്യാമ്പുകളിൽ താമസിക്കുന്ന, കഷ്ടപ്പെട്ട് ജീവിക്കുന്ന, മരിച്ച് ജീവിക്കുന്ന മലയാളി സുഹൃത്തുക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും, ദൈവമേ, ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇവർ ജീവിക്കുന്നത് എന്തിനു വേണ്ടി, എന്തുമാത്രം പ്രയാസത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നതെന്ന് ഈ നാട്ടിലിരിക്കുന്ന വല്ലവരും അറിയുന്നുണ്ടോ എന്നൊക്കെ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഏതായാലും ഒന്ന് പറയട്ടെ, ഇത്രയും കഷ്ടപ്പെട്ട് ആത്മാർത്ഥമായി പണിയെടുത്ത് സ്വന്തം കുടുംബത്തെ പരിരക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവൃത്തി വാസ്തവത്തിൽ ഒരു വലിയ സുവിശേഷം തന്നെയാണ്, ഒരു സുവിശേഷ പ്രവൃത്തി തന്നെയാണ്. ഞാനിത് പറയുമ്പോൾ ഇതിൻ്റെ എല്ലാ അർത്ഥവ്യാപ്തിയും ഉൾക്കൊണ്ടുകൊണ്ടാണ് സംസാരിക്കുന്നത്. നമ്മൾ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത് നമ്മുടെ മലങ്കര സഭയുടെ അംഗങ്ങളായിട്ടാണ്. ഈ മലങ്കര സഭയുടെ അംഗങ്ങളായി നാം ഇവിടെ വന്ന് സമ്മേളിക്കുമ്പോൾ നമ്മുടെ സഭയെക്കുറിച്ചും നമ്മുടെ സഭയുടെ വളർച്ചയെക്കുറിച്ചും അതിൻ്റെ തളർച്ചയെക്കുറിച്ചും എല്ലാം ചിന്തിക്കാൻ നാം ബാധ്യസ്ഥരാണ്. അപ്പം നമ്മൾ ക്രൈസ്തവർ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികൾ എന്ന് നാം പറയുന്ന നമ്മളൊക്കെ വാസ്തവത്തിൽ എത്രമാത്രം ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ട് നടക്കുന്നു, എത്രമാത്രം നാം അവനെ നമ്മുടെ നെഞ്ചിലേറ്റി നടത്തുന്നു എന്നൊക്കെ ചിന്തിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. കർത്താവ് ജീവിച്ചിരുന്ന കാലത്ത് ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നില്ല. കർത്താവ് ജീവിച്ചിരുന്ന കാലത്ത് എല്ലാവരും ശിഷ്യന്മാരായിരുന്നു. അത് കഴിഞ്ഞ് കർത്താവിൻ്റെ ശിഷ്യന്മാരെ ക്രിസ്ത്യാനികളെന്ന് വിളിച്ചത് അന്ത്യോഖ്യയിൽ വെച്ചാണ്. അപ്പോസ്തല പ്രവൃത്തികൾ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ വെച്ചാണ് ആദ്യമായിട്ട് ക്രിസ്തുവിൻ്റെ അനുയായികളെ ക്രിസ്ത്യാനികൾ എന്ന് വിളിച്ചു തുടങ്ങിയത്. അപ്പോൾ ഇന്ന് ക്രൈസ്തവ സഭ നേരിടുന്ന അപജയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം അത് മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് മാത്രമല്ല, എല്ലാ സഭകളും ഒരുമിച്ച് ഞാൻ പറയുകയാണ്. ഈ ക്രൈസ്തവ സഭയ്ക്കുണ്ടായ അപജയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇന്ന് ശിഷ്യന്മാരില്ല എന്നുള്ളതാണ്. യഥാർത്ഥ ക്രൈസ്തവ ശിഷ്യന്മാരില്ല. എല്ലാവരും അനുയായികളാണ്, എല്ലാവരും ക്രിസ്തുവിൻ്റെ അനുയായികൾ, ക്രിസ്ത്യാനികളാണ്. പക്ഷെ ക്രൈസ്തവ ശിഷ്യന്മാരില്ല.
ആ ശിഷ്യന്മാരായി മാറുക എന്നുള്ളതാണ് കർത്താവിൻ്റെ യഥാർത്ഥ ശിഷ്യന്മാരാവുക, അവൻ്റെ യഥാർത്ഥ അംബാസിഡേഴ്സ് ആവുക, അവൻ്റെ പരസ്യ പലകകളാവുക. അങ്ങനെ ആകുന്നതാണ് യഥാർത്ഥ ക്രൈസ്തവൻ എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയുള്ള ഒരു യഥാർത്ഥ ക്രൈസ്തവ ശിഷ്യനായി മാറാൻ നമുക്ക് ഓരോരുത്തർക്കും ബാധ്യതയുണ്ട് എന്നാണ് അഭിമന്യ തിരുമേനി അദ്ദേഹത്തിൻ്റെ അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, ക്രൈസ്തവ ശിഷ്യനാവുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ നെഞ്ചിലേറ്റി നടക്കുക എന്നുള്ളതാണ്. അവനെ നമ്മുടെ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അവനെക്കുറിച്ച് വാചാലമായി പ്രസംഗിക്കുക അല്ല ചെയ്യുന്നത്. അവൻ്റെ പേഴ്സണാലിറ്റിയുടെ, അവൻ്റെ വ്യക്തിപ്രഭാവത്തിൻ്റെ ഒരംശമെങ്കിലും നമ്മുടെ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇത് എങ്ങനെയാണ് സാധിക്കുക? എനിക്ക് ഒരു കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇത് മലങ്കര ഓർത്തഡോക്സ് സഭയായാലും മാർത്തോമാ സഭയായാലും ഇനി അല്ല കത്തോലിക്ക സഭയായാലും ക്രൈസ്തവ സഭയാണ് അതിന് ഏറ്റവും പ്രഥമമായ കർത്തവ്യം എന്ന് പറയുന്നത് സുവിശേഷം പ്രചരിപ്പിക്കലാണ്. സുവിശേഷം പ്രചരിപ്പിക്കലാണ്. കർത്താവിനെ കുറിച്ച് മറ്റുള്ളവരോട് പോയി പറയുകയാണ്, അവരെ ബോധ്യപ്പെടുത്തുകയാണ്. നോക്കൂ, ആദ്യം അന്ത്രയോസിനെ കർത്താവ് വിളിക്കുന്നു. അവനെ വിളിച്ചപ്പോൾ കർത്താവിൻ്റെ അടുത്ത് ആദ്യം ചെല്ലുന്ന അന്ത്രയോസാണ്, ആൻഡ്രൂ ആണ് ആദ്യം പോകുന്നത്. അത് കഴിഞ്ഞ് അന്ത്രയോസാ പോയി പത്രോസിനെ വിളിച്ചുകൊണ്ട് വരുന്നത്. അവിടെ കർത്താവ് ഒരു ശമരിയക്കാരി സ്ത്രീയുടെ അടുത്ത് ചെന്ന് അല്പം വെള്ളം ചോദിക്കുന്നു. അവരും പോയി സുവിശേഷം പറയുന്നുണ്ട്. അവർ പോയി അവരുടെ സംശയമെല്ലാം കഴിഞ്ഞ്, നീ ഒരു പ്രവാചകനാണ്, നിനക്ക് എന്തൊരു അത്ഭുതമാണ്, നിനക്ക് എൻ്റെ കാര്യങ്ങൾ, എൻ്റെ പൂർവ്വചരിത്രം മുഴുവൻ നിനക്ക് അറിയാമല്ലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് കർത്താവ് പറഞ്ഞു, നിനക്ക് വെള്ളം തരുന്ന ആരാണെന്ന് നീ അറിഞ്ഞിരുന്നുവെങ്കിൽ നീ ഒരിക്കലും ഇങ്ങനെ പറയുമായിരുന്നില്ല. നിനക്ക് ഒരിക്കലും ദാഹജലം നൽകാൻ കെൽപ്പുള്ളവനാണ് നിന്റെ മുമ്പിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുമ്പോൾ ആ പാവപ്പെട്ട സ്ത്രീ ചെന്ന് ഓടിപ്പോയി പറയുന്നുണ്ട്, സുവിശേഷം പ്രചരിപ്പിക്കുന്നുണ്ട്. അവരും ഒരു സുവിശേഷകയാണ്. കർത്താവ് സൗഖ്യപ്പെടുത്തിയ കുഷ്ഠരോഗികൾ 10 പേരുണ്ടായിരുന്നു. അതിൽ ഒരാൾ മാത്രമേ ഒരാൾ മാത്രമേ കർത്താവിൽ നിന്ന് തിരിച്ചു വരുന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ സൗഖ്യപ്പെടുത്തിയപ്പോൾ അവരുടെ പാട്ടിന് പോയി. സൗഖ്യമായി കഴിഞ്ഞപ്പോൾ ഇത് കൊള്ളാം, നല്ല ഏർപ്പാടാണ് എന്ന് പറഞ്ഞിട്ട് ഒരു അതൊന്ന് ഏറ്റുപറയാതെ പോയി. പക്ഷെ ഒരാൾ മാത്രം തിരികെ വന്ന് അവനെക്കുറിച്ച് അവൻ്റെ അടുത്ത് വന്നു, അവനെക്കുറിച്ച് സംസാരിച്ചു. അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ദൗത്യം എന്ന് പറയുന്നത് നാം വിശ്വസിക്കുന്നവനെ കുറിച്ച് നാം പറയുകയും പ്രവർത്തിക്കുകയും അത് മറ്റുള്ളവരിലേക്ക് അത് വ്യാപരിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഒരിക്കലും ഇത് ലോകം കണ്ട ഏറ്റവും വലിയ സുവിശേഷകൻ ഒരാളാണ്. ആധുനിക കാലത്തിലെ ഏറ്റവും വലിയ സുവിശേഷകനാണ് നമ്മുടെ സാമുവൽ ജോൺസ്. അദ്ദേഹം ഒരിക്കല് അദ്ദേഹം ഒരിക്കല് അമേരിക്കയില് ന്യൂയോർക്കിനടുത്ത് ഹാലിഫാക്സ് എന്നൊരു സ്ഥലമുണ്ട്, ഒരു ചെറിയ ദ്വീപാണ് ഹാലിഫാക്സ്. അവിടെ അദ്ദേഹം സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടി പോയി. അതെന്തറിയാലോ, വലിയ സുവിശേഷ സമ്മേളനം നടത്തുമ്പോൾ വലിയ പ്രസംഗകരെയൊക്കെ വിളിച്ചുകൊണ്ട് വരും. അപ്പൊ സ്റ്റാൻലി ജോൺസ് അവിടെ പോയിട്ട് അവിടെ അദ്ദേഹത്തിന്റെ അദ്ദേഹം പ്രസംഗിക്കേണ്ട ദിവസത്തിന്റെ തലേന്നെ അദ്ദേഹം അവിടെ എത്തി. അപ്പൊ സംഘാടകരെ അറിഞ്ഞില്ല അദ്ദേഹം വന്ന കാര്യം. പിറ്റേ ദിവസം അദ്ദേഹത്തെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ അദ്ദേഹം അവിടെ പ്രസംഗിക്കാനായിട്ട് ഒരു ദിവസം നേരത്തെ ചെന്നു. സംഘാടകര് അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞില്ല. കാരണം അന്ന് അവർ വേറെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു, അവരതിൽ വ്യാപൃതരായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം പ്രസംഗം വലിയ സുവിശേഷയോട് നടക്കുന്ന സ്ഥലത്ത് പോയി ചെന്നിരുന്നു, പുറകിൽ ചെന്നിരുന്നു. എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹം പുറകിൽ ചെന്നിരുന്നു. അവിടെ വലിയൊരു സുവിശേഷം വന്ന് പ്രസംഗിച്ചെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, ക്രിസ്തുവിനെ ഏറ്റുപറയാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ക്രിസ്തുവാണ് എൻ്റെ രക്ഷകൻ, അവനാണ് എൻ്റെ നാഥൻ, അവനല്ലാതെ ആരും എനിക്കില്ല എന്ന് ഉറക്കെ ഉച്ചസ്ഥിരം പ്രസ്താവിക്കാൻ താല്പര്യമുള്ളവർ മുൻപോട്ട് കടന്നു വരണം എന്ന് പറഞ്ഞു. അപ്പൊ കുറച്ചുപേര് അവിടുന്ന് ഇവിടുന്നൊക്കെ കൈമുട്ടി കുറെ പേരൊക്കെ എഴുന്നേറ്റ് നിന്നു. അപ്പൊ സ്റ്റാൻലി ജോൺസിന്റെ അടുത്തിരുന്ന ഒരാള് ആദ്യം ഒന്ന് എഴുന്നേൽക്കാൻ വേണ്ടി ഒന്ന് പൊന്തി, അത് കഴിഞ്ഞ് പുള്ളിയങ്ങിയിരുന്നു. ഇത് കണ്ടിട്ട് സ്റ്റാൻലി ജോൺസ് ചോദിച്ചു, ഞാനും കൂടെ വരാം, അങ്ങോട്ട് പോകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു,
ഇന്ന് വേണ്ട, നാളെ ഒരു വൻ തോക്ക്, സ്റ്റാൻലി ജോൺസ് എന്ന് പറഞ്ഞൊരു വൻ തോക്ക് ഇവിടെ പ്രസംഗിക്കാൻ വരുന്നുണ്ട്, അങ്ങനെയുള്ള പ്രശ്നം കൂടെ കേട്ടിട്ട് തീരുമാനിക്കാം പോകണോ വേണ്ടയോ എന്ന് അദ്ദേഹം അവിടെ വെച്ച് പറഞ്ഞു. കർത്താവിനെ സ്വീകരിക്കാൻ വൻ തോക്കുകളുടെ ഒന്നും ആവശ്യമില്ല. വൻ തോക്കുകളുടെ പ്രസംഗം കേട്ടിട്ടൊന്നുമല്ല നാം കർത്താവിനെ സ്വീകരിക്കേണ്ടുന്നത്. ഇത് അവർക്ക് വേണ്ടി മാറ്റിവെക്കാവുന്ന ഒന്നല്ല. ഇത് നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാവുന്ന ഓരോ കാര്യങ്ങളാണ്. നോക്കൂ, വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം നിങ്ങൾ വായിച്ചു നോക്കുക. അതിൽ കർത്താവ് 12 പേരെ നിയമിക്കുന്ന ശിഷ്യന്മാരായി. ആ 12 പേർക്ക് അവർക്ക് കർത്താവ് ഒരു ജോലി കൊടുക്കുന്നുണ്ട്. 12 പേർ. അത് കഴിഞ്ഞ് അടുത്ത അധ്യായം വായിക്കുക, മിസ്റ്റർ ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം. ആ അധ്യായം വായിക്കുമ്പോൾ അതിൽ അവർ 70 പേരെ നിയമിക്കുന്നതായി കാണുന്നുണ്ട്. അപ്പോൾ 12 ശിഷ്യന്മാര്, അത് കൂടാതെ പിന്നെ 70 അറിയിപ്പുകാർ. അപ്പൊ എന്താ ഈ 70 പേരുടെ ജോലി? എന്താ ഇതിന്റെ പ്രാധാന്യം? മിസ്റ്റർ മത്തായിയുടെ സുവിശേഷം വായിച്ചാല് അദ്ദേഹം ഈ 12 ശിഷ്യന്മാരും ഇസ്രായേൽ ഗൃഹത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ ആടുകളെ കണ്ടെത്താനുള്ള ചുമതല മാത്രമേ അവർക്ക് കൊടുക്കുന്നുള്ളൂ. പക്ഷെ മിസ്റ്റർ ലൂക്കോസ് അങ്ങനെയല്ല പറയുന്നത്. അദ്ദേഹം ഈ 12 ശിഷ്യന്മാരെ നിയമിച്ചു. അവർക്കൊരു പ്രത്യേക ജോലി, അവര് ക്ലർജിയാണ്. കർത്താവ് തന്നെ സിനോൻ മാളികയിൽ വെച്ചിട്ട് അദ്ദേഹം അത്താഴം കഴിക്കുന്ന അവസരത്തിൽ അപ്പവും വീഞ്ഞും എടുത്ത് വാഴ്ത്തുമ്പോൾ ഈ 12 പേരെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. 70 അറിയിപ്പുകാരുണ്ടായിരുന്നില്ല. അവരുടെ മുമ്പിൽ വെച്ച് അവർ അപ്പവും വീഞ്ഞും എടുത്ത് വാഴ്ത്തി വിശദീകരിച്ചിട്ട് ഇത് എന്റെ ശരീരമാകുന്നു, നിങ്ങൾ ഇപ്രകാരം ചെയ്യുകയും ഞാൻ വരുവോളം നിങ്ങൾ ഇത് ചെയ്യുകയും എന്ന് പറഞ്ഞ് അവരുടെ ജോലി ഏൽപ്പിക്കുകയാണ്. അത് ക്ലർജിയാണ്. അത് തിരുമേനിമാരും അതിൽ ഇരിക്കുന്ന അച്ഛന്മാരുടെ ഒക്കെ ജോലിയാണ്, നമുക്കുള്ളതല്ല. അത് 12 പേരുടെ ജോലി. പിന്നെ 70 പേരെ നിയമിച്ച എന്തിനാ? 70 പേരെ നിയമിച്ചിട്ട് പറഞ്ഞതെന്താ? ലോകമെമ്പാടും പോയി പ്രചരിക്കണം. കർത്താവിനെ കുറിച്ച് സുവിശേഷം പ്രചരിപ്പിക്കാനാണ് 70 അറിയിപ്പുകാരെ നിയമിക്കുന്നത്. എന്താ ഈ 12ഉം 70ഉം എന്ന് പറയാൻ കാര്യം? അന്നത്തെ ഇസ്രായേൽ ജൂതന്മാരുടെ വിശ്വാസം അനുസരിച്ച് 12 ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് 12 ശിഷ്യന്മാർ. അന്നത്തെ വിചാരം അനുസരിച്ച് ലോകത്തിൽ 70 രാജ്യങ്ങളുണ്ട്. അതുകൊണ്ട് 70 അറിയിപ്പുകാർ. അവരെ എല്ലാവരെയും അയച്ചിരിക്കുകയാണ്. നാനാ ജാതികളുടെയും അടുത്ത് ചെന്ന് സുവിശേഷം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് 70 പേരെ നിയമിച്ചത്. അപ്പോൾ അത് ക്രിസ്ത്യാനികൾക്ക് മാത്രമുള്ളതല്ല, ഇസ്രായേൽ ഗൃഹത്തിലെ ഉള്ള ആളുകൾക്ക് വേണ്ടി മാത്രമല്ല സുവിശേഷം പ്രചരിപ്പിക്കേണ്ടുന്നത്, അത് ലോകമെമ്പാടും പ്രചരിപ്പിക്കേണ്ട ഒന്നാണ്. അങ്ങനെ കർത്താവ് അവരെ അയക്കുമ്പോൾ വീണ്ടും അടുത്ത അധ്യായത്തിൽ വായിക്കുമ്പോഴേ നിങ്ങൾക്ക് കാണാം, കൊയ്ത്ത് വളരെയുണ്ട്, പക്ഷേ വേലക്കാർ കുറവ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് കൊയ്ത്ത് ധാരാളം, വേലക്കാരില്ല. അതുകൊണ്ട് കൊയ്ത്തിന്റെ ഉടയവനോട് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. കൊയ്ത്തിന്റെ ഉടയവനോട് അഭ്യർത്ഥിക്കണം. അത് കഴിഞ്ഞിട്ട് പോകണം. ഞാൻ നിങ്ങളെ അയക്കുന്നു, ഗോ എന്നാണ് ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ കൊയ്ത്തിന്റെ ഉടയവനാണ്. കൊയ്ത്തിന്റെ ഉടയവനോട് നാം പ്രാർത്ഥിക്കണം, അപേക്ഷിക്കണം. എന്നിട്ട് അപേക്ഷിച്ച് വെറുതെ ഇരുന്നാൽ പോരാ, പോകണം, ഗോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗോസ്പെൽ എന്ന ആ വാക്ക്, ഗോസ്പെൽ, GOSPEL, ഗോസ്പെൽ, അതൊന്ന് സ്പ്ലിറ്റ് ചെയ്യുക. ഗോ, GO, ഗോ, ആൻഡ് സ്പെൽ, SPEL, സ്പെൽ. പോവുക, പോയിട്ട് സ്പെൽ ചെയ്യുക, പറയുക എന്നർത്ഥം. ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഒരു വാക്യമാണ്. അപ്പോൾ ഗോസ്പെൽ എന്ന് പറഞ്ഞാൽ യു നീഡ് ടു ഗോ ആൻഡ് യു നീഡ് ടു സ്പെൽ. യു നീഡ് ടു ഗോ ടു എവറി പാർട്ട്, എവറി corner of this world and talk about your Christ, talk about your Savior. നിന്റെ രക്ഷകനെ കുറിച്ച്, നിനക്കെല്ലാം നൽകുന്നവനെ കുറിച്ച്, നിന്റെ എല്ലാം ആയവനെ കുറിച്ച്, നിന്റെ നാഥനെ കുറിച്ച് ലോകമെമ്പാടും പോയി പറയുക, പ്രസംഗിക്കുക, അവനെ ഏറ്റുപറയുക, അവനെ സാക്ഷീകരിക്കുക എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അതാണ് ചെയ്യുന്നത്. 1885 ലണ്ടനിൽ വെച്ചിട്ട് അന്ന് രക്ഷാസൈന്യത്തിന്റെ, നമ്മളൊക്കെ പുച്ഛത്തോടെ കാണുന്ന ആൾക്കാരെ രക്ഷാസൈന്യക്കാർ. ഈ രക്ഷാസൈന്യത്തിന്റെ നേതാവ് ജനറൽ വില്യം ബൂത്ത് എന്നൊരാളാണ്. അദ്ദേഹം 1885 ലണ്ടനിൽ വെച്ചിട്ട് ഈ രക്ഷാസൈന്യത്തിന്റെ ആൾക്കാരെ, സാൽവേഷൻ ആർമി, അവരെ വിളിച്ചിട്ട് ചോദിച്ചു, ഭൂമിയുടെ ചുറ്റളവ് എത്ര? അപ്പോൾ ഒരു മറുപടി വന്നു, 25,000 മൈൽ. ഭൂമിയുടെ ചുറ്റളവ് 25,000 മൈൽ. അപ്പോൾ ജനറൽ വില്യം ബൂത്ത് അവരോട് പറഞ്ഞു, ഈ 25,000 മൈലും കൈകോർത്ത് നിൽക്കുവാൻ വേണ്ടി നാം വളരണം എന്ന് പറഞ്ഞു. അതാണ് അർത്ഥം.
ലോകം മുഴുവനും ചുറ്റാൻ മാത്രം നാം വളർന്നേ മതിയാവും. അങ്ങനെ വളരണമെങ്കിൽ കർത്താവിനെ കുറിച്ചുള്ള നല്ല വർത്തമാനം, അവനെ കുറിച്ചുള്ള നല്ല വർത്തമാനം, അവന്റെ സുവിശേഷം ലോകമെമ്പാടും പ്രചരിപ്പിക്കാൻ പ്രിയപ്പെട്ടവരെ നാം ബാധ്യസ്ഥരാണ്. ഇത് എങ്ങനെ സാധിക്കും? ഇപ്പൊ നിങ്ങൾ ചോദിക്കും, ഇത് മോഡേൺ ഏജാണ്, 21-ാം നൂറ്റാണ്ട്, ഇത് 2015. ഈ 2015 കർത്താവിനെ കുറിച്ച് പ്രസംഗിക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്? എല്ലാ കവലയിലും നിന്ന് പണ്ട് സാധു കൊച്ചുവഞ്ഞ് ഉപദേശിച്ചതുപോലെ അവിടെ നിന്ന് വേദപുസ്തകം വായിക്കുകയും ഒരാൾ അതിനെക്കുറിച്ച് പ്രസംഗിക്കുകയും 4-5 ആൾക്കാർ വന്ന് ചുറ്റും കൂടി നിന്ന് കൈകൊട്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുകയും അതുപോലെയാണ് ചെയ്യണമെന്നാണോ ഈ പറയുന്നത് എന്നൊരു പക്ഷേ നിങ്ങൾ സംശയിച്ചേക്കാം. ഞാൻ പറയുന്നു, ഞാൻ ആദ്യമേ പറഞ്ഞു, സഭയുടെ പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത് സുവിശേഷ പ്രചരണമാണ്. എനിക്കതിനകത്ത് അശേഷം സംശയമില്ല. അതുകൊണ്ടാണ് അവിടെ നമ്മൾ സഭയെ വിലയിരുത്തുമ്പോൾ നാം ഇത് വേണം ആദ്യം നോക്കേണ്ടത്. അല്ലാതെ എത്ര പള്ളികളുണ്ട്, എത്ര കത്തീഡ്രലുകളുണ്ട്, എത്ര കോളേജുകളുണ്ട്, എത്ര സ്കൂളുകളുണ്ട്, എത്ര ആതുരാലയങ്ങളുണ്ട് എന്നൊന്നും നോക്കിയിട്ടല്ല നാം സഭയെ വിലയിരുത്തേണ്ടത്. അത് നാം എത്ര ക്രൈസ്തവരെ ഉണ്ടാക്കി എന്ന് നോക്കിയിട്ട് വേണം നാം സഭയെ വിലയിരുത്തേണ്ടത്. നിർഭാഗ്യവശാൽ ഇന്ന് സഭകൾ ഇങ്ങനെയൊന്നുമല്ല ചെയ്യുന്നത് എന്ന് തുറന്നു പറയേണ്ടിയിരിക്കുന്നു ഈ പരിശുദ്ധ ദേവാലയത്തിൽ വെച്ച്. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ സുവിശേഷം പ്രചരിപ്പിക്കാൻ വേണ്ടി 3 മാർഗങ്ങളുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്ന് മാസ് ഇവാഞ്ചലിസം. മാസ് ഇവാഞ്ചലിസം എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ സ്റ്റാൻലി ജോൺസിന്റെ കാര്യം പറഞ്ഞ മാതിരി വലിയ സമ്മേളനങ്ങൾ നടത്തി, ഒരുപാട് 10,000 പങ്കെടുക്കുന്ന സമ്മേളനങ്ങൾ നടത്തി അവിടെ സുവിശേഷം പ്രചരിപ്പിക്കുന്നത് ഒരു മാർഗം. അത് മാസ് ഇവാഞ്ചലിസമാണ്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഒന്നുള്ളത് ചർച്ച് ഇവാഞ്ചലിസമാണ്. എന്താണ് ഈ ചർച്ച് ഇവാഞ്ചലിസം എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത്? ചർച്ച് ഇവാഞ്ചലിസം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു നടന്ന സംഭവം നിങ്ങളോട് പറയാം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സുവിശേഷകനുണ്ട്. അദ്ദേഹം ഹ്യൂസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഒരു പ്രൊട്ടസ്റ്റന്റ് സുവിശേഷകനാണ്. ഇംഗ്ലണ്ടിലാണ് താമസം. അദ്ദേഹം ഒരിക്കൽ കാനഡയിലെ ഒരു പള്ളിയിൽ പ്രസംഗിക്കാൻ പോയി. അപ്പൊ അവിടെ ചെന്നൊരു കുഞ്ഞു പള്ളിയായിരുന്നു. അപ്പൊ പള്ളിയിൽ ചെന്ന് പ്രസംഗിക്കാൻ ചെന്നപ്പോഴത്തേക്കും അദ്ദേഹം പള്ളിയിൽ ആരാധനയിൽ പങ്കെടുത്തപ്പോൾ പുള്ളിക്ക് വലിയ സങ്കടം തോന്നി. ഈ ആരാധനയിൽ ആരും ഭാഗഭാക്കുകളാകുന്നില്ല. അദ്ദേഹം നോക്കുമ്പോൾ ആരും പ്രാർത്ഥിക്കുന്നില്ല, ആരും ശ്രദ്ധിക്കുന്നില്ല, ആരും നല്ല പ്രതികരണങ്ങൾ വേണ്ട രീതിയിൽ പറയുന്നില്ല, റെസ്പോൺസ് ഒന്നും പറയുന്നില്ല. അപ്പൊ പള്ളിയിലൊരു ജീവനില്ലാത്ത പള്ളി എന്ന് അദ്ദേഹത്തിന് തോന്നി. കഷ്ടം, ഈ പള്ളിയിൽ വന്ന് പ്രസംഗിക്കേണ്ടി വന്നല്ലോ എന്ന് അദ്ദേഹം സങ്കടപ്പെട്ടു. അത് കഴിഞ്ഞ് വീണ്ടും 10 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും അദ്ദേഹത്തിന് ആ പള്ളിയിൽ പോകാനിടയായി. ഈ പ്രാവശ്യത്തിൽ നമ്മൾ അതേ പള്ളിയിൽ വലിയ ഒരു വ്യത്യാസം കണ്ടു. ഈ പ്രാവശ്യത്തിൽ നമ്മൾ എല്ലാവരും ആരാധനയിൽ പങ്കെടുക്കുന്നു, എല്ലാവരും വാ തുറന്ന് പ്രാർത്ഥിക്കുന്നു, എല്ലാവരും നല്ല റെസ്പോൺസ് നടത്തുന്നു. വലിയ വ്യത്യാസം, പള്ളിയിൽ വലിയ വ്യത്യാസം കണ്ടു. ഭയങ്കര ഇലക്ട്രിഫൈങ് ആയിരുന്നു എന്നാണ് അദ്ദേഹം എഴുതുന്നത്. രണ്ടാമത്തെ വിസിറ്റിൽ അദ്ദേഹം ആ പള്ളി, നേരത്തെ കണ്ട പള്ളി, ശുഷ്കമായ ആരാധന ആരാധനയെല്ലാം ഒരു ചടങ്ങ് മാത്രം നടത്തുന്ന പള്ളികൾ, വെറും ചുമ്മാ നിൽക്കുന്ന ചുണ്ടുകളുമായി നിന്ന ആളുകളെല്ലാം കണ്ട സ്ഥലത്ത് നിന്നും അദ്ദേഹത്തിന് ഒരു വലിയ മാറ്റം ആ പള്ളിയിൽ ഉള്ളതുപോലെ തോന്നി. ഈ പ്രാവശ്യം അദ്ദേഹം ചോദിച്ചു, എന്താണ് ഇവിടെ വന്ന മാറ്റത്തിന് കാരണം? അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു മുതിർന്ന ആള് പറഞ്ഞു, ഈ പള്ളിയിൽ വലിയൊരു മാറ്റമുണ്ടായി. എന്താണെന്നറിയാമോ? ഒരിക്കൽ ഞങ്ങളുടെ പള്ളിയിൽ ഒരു യുവതി പള്ളിയിൽ ആരാധനയ്ക്ക് വന്നു. ഞങ്ങളുടെ ഇടവകക്കാരി ആയിരുന്നില്ല. ആ യുവതി വന്നപ്പോഴേ ഞങ്ങളിങ്ങനെ സംശയത്തോടെ അവളെ നോക്കിയപ്പോൾ അവൾ ഗർഭിണിയായിരുന്നു. അവളുടെ കൈകളിൽ വിവാഹമോതിരം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവൾ അവിഹിത ഗർഭം ധരിച്ച ഒരു സ്ത്രീയാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യമായി. ഞങ്ങളെല്ലാവരും അവളെ അവജ്ഞയോടെ നോക്കി. ആരും അവളോട് സംസാരിച്ചില്ല. അത് കഴിഞ്ഞ് കുറച്ചു നാൾ കഴിഞ്ഞപ്പോഴേ ഞങ്ങളൊരു വാർത്ത കേട്ടു. അടുത്തുള്ള ഒരു മലയിടുക്കിൽ ഒരു യുവതിയുടെ ശവശരീരം കിടക്കുന്നു എന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ അന്വേഷിക്കാൻ ചെന്നപ്പോൾ ഞങ്ങൾക്ക് ബോധ്യമായി അന്ന് പള്ളിയിൽ വന്ന ആ യുവതിയുടേതായിരുന്നു ആ മൃതദേഹം. അപ്പോൾ അതിൻ്റെ കയ്യിൽ ഒരു കുറിപ്പുണ്ടായിരുന്നു, ഒരു ആത്മഹത്യാ കുറിപ്പ്. ആ കുറിപ്പിൽ മറ്റൊന്നും എഴുതിയിരുന്നില്ല, ഇത്ര മാത്രം എഴുതിയിരുന്നുള്ളൂ, നോബഡി കെയർഡ്. ആരും എന്നെ ഗൗനിച്ചില്ല, നോബഡി കെയർഡ് എന്ന് എഴുതിയിരുന്നു. അപ്പോൾ അതിൽ മനം നൊന്ത്
ആ യുവതി ആത്മഹത്യ ചെയ്തു. അപ്പോൾ ഞങ്ങൾക്ക് ബോധ്യമായി ഇത് കഷ്ടമായി പോയി. നമ്മുടെ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ വന്ന ഒരു യുവതി, അവൾ ഒരുപക്ഷെ അവിഹിത ഗർഭം ധരിച്ച ഒരു സ്ത്രീ ആയിരുന്നിരിക്കാം. എങ്കിലും അവളുടെ കഥ എന്താണ്, അവളുടെ ഭാഗം എന്താണ് എന്ന് നാം അന്വേഷിച്ചില്ല. അവളുടെ പ്രശ്നം എന്താണ് എന്ന് നാം ആരാഞ്ഞില്ല. അവളെ കുറ്റക്കാരിയായി നാം കണ്ടു. അവളാണോ യഥാർത്ഥ കുറ്റക്കാരി എന്ന് അന്വേഷിച്ചില്ല. അപ്പോൾ ഞങ്ങൾക്കൊരു മനസ്താപമുണ്ടായി. കഷ്ടം, ആ യുവതിയോട് നാം അല്പം കൂടി അനുകമ്പ കാട്ടേണ്ടതായിരുന്നു, അവളോട് അല്പം കൂടി സ്നേഹം കാണിക്കേണ്ടതായിരുന്നു എന്ന് ഞങ്ങൾക്ക് തോന്നി. ഞങ്ങളുടെ ഒരു കുറ്റം കാരണം ഒരു സ്ത്രീ അവരുടെ ജീവൻ ഒടുക്കിയത് ഓർത്തപ്പോൾ ഞങ്ങൾക്ക് വിഷമം വന്നു. പിന്നെ ഞങ്ങൾ തീരുമാനിച്ചു, ഇനി ഇത് ആവർത്തിക്കാൻ പാടില്ല. ഈ പള്ളിയിൽ ആരാധനയ്ക്ക് വരുന്ന എല്ലാവരുമായി ഞങ്ങൾ ഇടപെടും. അവരുടെ സുഖ ദുഃഖങ്ങളിൽ ഞങ്ങൾ പങ്കാളികളാവും. അവരുടെ വൃക്ഷക്ഷയങ്ങളിൽ ഞങ്ങൾ ഭാഗവാക്കുകളാവും. അങ്ങനെ ഞങ്ങൾ എല്ലാവരുമായി ഒത്തിണങ്ങി, എല്ലാവരോടും കുശലാന്വേഷണം നടത്തി. ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ, ആർക്കെങ്കിലും വേദനയുണ്ടോ, ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ആരായാൻ തുടങ്ങി. അതിലൊക്കെ ഞങ്ങൾ ഭാഗവാക്കുകളായി. അങ്ങനെ വന്നപ്പോൾ ഈ ഇടവകയിൽ വലിയൊരു മാറ്റമുണ്ടായി. ഇപ്പോൾ ആരാധനയിൽ വരുമ്പോൾ എല്ലാവരും ആത്മാർത്ഥമായി ആരാധനയിൽ പങ്കെടുത്തു. എല്ലാവരും പ്രാർത്ഥന കഴിഞ്ഞ് വിശുദ്ധ കുർബാന കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അവരുടെ പ്രശ്നങ്ങൾ ചോദിക്കുകയും അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യും. ഇതാണ് ഈ പള്ളിയിൽ വന്ന മാറ്റം എന്ന് അയാൾ പറഞ്ഞു. അപ്പോൾ ഹ്യൂസ് എഴുതിയിരിക്കുകയാണ്, ഇതാണ് ചർച്ച് ഇവാഞ്ചലിസം. ഈ ചർച്ച് ഇവാഞ്ചലിസം ബുദ്ധിമുട്ടുള്ള കാര്യമാണോ? ഞാൻ കൊഴിയുമൊക്കെ തിരുവനന്തപുരത്ത് പള്ളിയിൽ തുറക്കും. ബഹുമാനപ്പെട്ട അഭിവന്ദനായ തിരുമേനി ഞങ്ങളുടെ ഭദ്രാസനത്തിൽ റബ്ബാച്ചനായിട്ട് ഒരുപാട് നാളിരുന്ന ആളാണ്. തിരുമേനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ പറയാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച്. പള്ളിയിൽ, തിരുവനന്തപുരം പള്ളിയിൽ ഞാൻ കണ്ടിട്ടൊരു കാര്യം, ഞാൻ ഈ മലങ്കര സഭയിലെ പിന്നെ പള്ളികളിൽ ഒരുപാട് പള്ളികളിൽ പോയിട്ടുണ്ട്. ഞാൻ ഈ അമേരിക്കയിൽ മുതൽ ഓസ്ട്രേലിയ വരെയുള്ള സ്ഥലത്ത് ഉള്ള പള്ളികളിൽ പോവുകയും പ്രസംഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ തിരുമേനി പോലും പോകാത്ത സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ട്. തിരുമേനി ഒരുപാട് പള്ളികളിൽ പോവുകയും ഉജ്ജ്വലമായി പ്രസംഗിക്കുകയും ചെയ്യുന്ന മലങ്കര സഭയുടെ ഉജ്ജ്വലനായ വാഗ്മിയാണ് ഈ തിരുമേനി. തിരുമേനിയുടെ പ്രസംഗം കേൾക്കാൻ വേണ്ടി ഞാൻ ഡൽഹിയിൽ എൻ്റെ ജോലി മാറ്റി വെച്ചിട്ട് പോയി കേട്ടിട്ടുണ്ട്. അപ്പൊ പക്ഷേ തിരുമേനി നാഗാലാൻഡിൽ പോയിട്ടുണ്ടോ? പോയിട്ടില്ല കേട്ടോ. അപ്പൊ ഞാൻ നാഗാലാൻഡിൽ പോയിട്ടുണ്ട്. ഞാൻ ഇതിനു മുമ്പ് ട്രൈബൽ മാർക്കറ്റിംഗ് ഫെഡറേഷൻ്റെ മാനേജിംഗ് ഡയറക്ടർ ആയിരുന്നപ്പോൾ ഒരു ട്രൈബൽ ആദിവാസി മേഖലയിൽ പോകാൻ വലിയ അവസരം കിട്ടി. എനിക്ക് കിട്ടിയ ജോലികൾ വെച്ച് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജോലിയായിരുന്നു. ഒരു കഷ്ടിച്ചൊരു 1.5 വർഷമേ എനിക്ക് ജോലി ചെയ്യാൻ സാധിച്ചുള്ളൂ. എങ്കിലും ആ കിട്ടിയ സന്ദർഭം നോക്കി ഞാൻ ഇന്ത്യയിലുള്ള ആദിവാസി മേഖലകൾ മുഴുവൻ പോയി. അങ്ങനെ നാഗാലാൻഡിൽ പോയി. നാഗാലാൻഡ് നിങ്ങൾക്കറിയാം 100% 100% ക്രിസ്ത്യാനികളുള്ള സ്ഥലമാണ് നാഗാലാൻഡ്. അപ്പം നാഗാലാൻഡിൽ ചെന്നിട്ട് അവിടെ ഓർത്തഡോക്സ് പള്ളി ഉണ്ടോ എന്നൊന്ന് അന്വേഷിച്ചു. അപ്പോൾ പറഞ്ഞു ഇല്ല. അപ്പോൾ ആരോടാണ് ഞാൻ പറഞ്ഞു, എവിടെയോ ഒരു പള്ളി ഉള്ളതുപോലെ ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ ലിസ്റ്റിൽ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഈ തലയിൽ തൊപ്പി വെച്ച് താടിയൊക്കെ വളർത്തി ഒരാളുടെ പടം വെച്ചിരിക്കുന്ന ഒരു പള്ളിയുടെ അടുത്ത് എവിടെയോ ഉണ്ടെന്ന്. അപ്പം ഞാൻ ആ പള്ളി എവിടെയാണെന്ന് ചോദിച്ചു. അപ്പം എനിക്കപ്പോൾ ഉറപ്പായി അത് പരമ്പരത്തിൽ എൻ്റെ പള്ളിയായിരിക്കും. തലയിൽ തൊപ്പിയും താടി മീശയൊക്കെ ഉള്ള ആളാണെങ്കിൽ അത് പരിമലത്തിരുമേനി ആയിരിക്കും എന്ന് വിചാരിച്ചു. അപ്പം അത് കറക്റ്റായിരുന്നു. പരിമലത്തിരുമേനിയുടെ ഒരു പള്ളിയുണ്ട് നമ്മുടെ നാഗാലാൻഡിൽ, ദിമാപൂറിൽ. അപ്പം ആ ദിമാപൂരിലെ പള്ളിയിലും ചെന്നു. അവിടെ ചെന്നപ്പോൾ ഒരു ചെറിയ പള്ളിയാണ്, തിരുമേനിയുടെ വലിയ ചിത്രമൊക്കെ വെച്ചിട്ടുണ്ട്. പള്ളിയിൽ ആ കൂടി 4 പേരും. അച്ഛന് പിന്നെ നമസ്കാരം തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം ഞാനവിടെ ചെന്നപ്പോൾ അച്ഛനിങ്ങനെ മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞ പെൺകുട്ടിയെ പോലെ ആണോ എന്ന് സംശയിച്ച് കേട്ടി നോക്കി. അതിന് അവിഹിത ഗർഭമൊന്നും ധരിച്ചിട്ടില്ല. അതുകൊണ്ട് പ്രശ്നമുണ്ടായി. അപ്പോൾ അച്ഛനിങ്ങനെ സംശയം, ആരാ പുതിയ ട്രാൻസ്ഫർ ആയിട്ട് വന്ന വല്ല മലയാളിയായിരിക്കും എന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു അല്ല, ഞാൻ ഇന്നാരാണ് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അച്ഛനോട് പറഞ്ഞു, പിന്നെ ഞാൻ അച്ഛനെ അനുവദിക്കുകയാണെങ്കിൽ ഞാൻ അല്പസമയം സംസാരിക്കാൻ തോന്നി. അപ്പം അച്ഛനെ എന്നെക്കുറിച്ചൊന്നും അറിയില്ല. അച്ഛൻ പറഞ്ഞു സാറിന് പിന്നെ സംസാരിക്കുന്ന ആളാണോ? ഞാൻ അച്ഛനൊന്ന് പരീക്ഷിച്ച് നോക്ക് എന്ന് പറഞ്ഞു. പേടിക്കണ്ട, സഭയ്ക്കെതിരായിട്ടൊന്നും ഞാൻ പറയുകയില്ല, വേദപുസ്തക സംബന്ധമായി മാത്രമേ സംസാരിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അച്ഛനെ പറഞ്ഞു. എന്നാൽ പിന്നെ സാറ് അപ്പം ഞാൻ കുറേ സമയം നിന്നു. കുർബാന മധ്യേ ഈ 4 പേരോട് സംസാരിച്ചു. 4 പേരേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ സംസാരിക്കാൻ എനിക്ക് വലിയ ആഗ്രഹമാണ്. ഈ 4 പേരും പാവങ്ങൾ അവിടെ നാഗാലാൻഡിൽ പോയി വർഷങ്ങളോളം ജോലി ചെയ്യുന്നവരാണ്. അവരെ തിരുമേനിമാരെ കണ്ടിട്ടുണ്ടാവില്ല. അവർ ഈ യോഹന്നാൻ മാർ ക്രിസോസ്റ്റമോസ് തിരുമേനിയുടെ പ്രസംഗം കേട്ടിട്ടുണ്ടാവില്ല.
അപ്പൊ എന്നാൽ എന്റെ ജോലിയാണെന്ന് എനിക്ക് തോന്നി, എന്റെ ഉത്തരവാദിത്തമാണ്. അവിടെ നിന്നവരോട് അല്പസമയം വേദപുസ്തക സംബന്ധമായി അന്നത്തെ എവൻഗേലിയൻ ഭാഗത്തിനെ കുറിച്ച് ഞാൻ അല്പനേരം സംസാരിച്ചു. എനിക്ക് വലിയ സന്തോഷമായിരുന്നു. ഇത് എൻ്റെ ഒരു ഇവാഞ്ചലിസമാണ്, അത് എൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്. എനിക്ക് സംസാരിക്കാൻ ദൈവം എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്, അതിന് കഴിവ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആ കഴിവ് ഉപയോഗിച്ചേ മതിയാവുള്ളൂ. അതുകൊണ്ട് ഞാൻ ലോകത്തിൽ എവിടെ പോയാലും എൻ്റെ പള്ളി ഉണ്ടെങ്കിൽ ഞാൻ അവിടെ ആദ്യം പോകും, ഇല്ലെങ്കിൽ മറ്റൊരു പള്ളിയിൽ പോകും. അപ്പം അവിടെ ചെന്നാൽ എൻ്റെ ജോലിയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതെൻ്റെ പേഴ്സണൽ ഇവാഞ്ചലിസമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്ന് മാസ് ഇവാഞ്ചലിസം. അത് നിങ്ങൾക്കറിയാം, നമ്മളെല്ലാം കാണുന്നതാണ്. ഇനിയിപ്പോൾ അങ്ങോട്ട് തുടങ്ങും, അടുത്ത കുറേ നാളിനും മധ്യ തിരുവിതാംകൂറിന് മുഴുവനും സുവിശേഷ പ്രസംഗങ്ങളുടെ സമയമായിരിക്കും. എവിടെ നോക്കിയാലും പെരുന്നാളുകളും പ്രസംഗങ്ങളും മാത്രമേ ഉണ്ടാവുള്ളൂ. സീസണാണ്. അപ്പൊ ഞാനിങ്ങനെ ചിലപ്പോഴൊക്കെ ഞാനിങ്ങനെ വിചാരിക്കും, ഇത്രയും സുവിശേഷ പ്രഘോഷണങ്ങൾ നടന്നിട്ട് എന്താണ് മാറ്റമുണ്ടാകുന്നത്? ഇനി ഒരു കള്ളക്കഥ വീണ്ടും പറയാം. അതിങ്ങനെയാണ്. ഒരു വലിയ ഈ സീസണൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഓർത്തഡോക്സ് അച്ഛനും ഒരു മാർത്തോമ അച്ഛനും ഒരു കത്തോലിക്ക അച്ഛനും കൂടെ ട്രെയിനിൽ യാത്ര ചെയ്യായിരുന്നു. ട്രെയിനിൽ യാത്ര ചെയ്തപ്പോഴത്തേക്കും എല്ലാവരും ഈ സുവിശേഷ പ്രചരണമൊക്കെ നടത്തി ക്ഷീണിച്ച് ഒന്ന് പോവുക. അപ്പോൾ ഈ മാർത്തോമ അച്ഛൻ പറഞ്ഞു, ഈ പ്രാവശ്യത്തെ സീസൺ ഞങ്ങൾക്ക് ഗംഭീര വിജയമായിരുന്നു, 5 പേര് ഞങ്ങളുടെ സഭയിൽ ചേർന്നു. അപ്പോൾ ഓർത്തഡോക്സ് അച്ഛൻ പറഞ്ഞു, ഞങ്ങൾക്ക് കുഴപ്പമില്ല, വിജയം അത്ര വലിയ വിജയമില്ലായിരുന്നു, എങ്കിലും കുഴപ്പമില്ലായിരുന്നു, ഞങ്ങളുടെ സഭയിൽ 3 പേര് ചേർന്നു. അപ്പം കത്തോലിക്ക അച്ഛൻ പറഞ്ഞു, ഞങ്ങൾക്ക് വലിയ വിജയമായിരുന്നു, കാരണം 5 അലവലാദികൾ ഞങ്ങളുടെ സഭ 8 അലവലാദികൾ ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് സഭയിൽ നിന്ന് മാറിപ്പോയിരുന്നു. അപ്പം ഇതാണ് ഇത് സുവിശേഷത്തിന്റെ ഈ യോഗത്തിന്റെ ഒരു ആത്യന്തികമായ ഒരു അവസാനം ഞാൻ ചെറുപ്പം വിചാരിച്ചു. ഞാനും പോയി മാരാമണി പ്രസംഗിച്ചു ഒരു വർഷം മുമ്പ്. അവിടെ പോയി ഇത്രയും വലിയ പ്രഭാഷണങ്ങൾ നടക്കുകയും ഉണ്ടാവുകയും ഒക്കെ ചെയ്യുമ്പോഴും അതിന് തക്ക മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കട്ടെ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനായിങ്ങനെ പോയി ഇതെല്ലാം ടോണിക്ക് കുടിക്കുന്ന മാതിരിയാണ്. ടോണിക്കെ കൊണ്ട് കുടിച്ചു കഴിയുമ്പോൾ പണ്ടൊക്കെ മനോരമ മാസികയിലെ ആഴ്ചപ്പതിപ്പിന്റെ പരസ്യമുണ്ട്, ജീവൻ ടോൺ. കണ്ടിട്ടുണ്ടോ പരസ്യം? ഒരാളിങ്ങനെ കൈയൊക്കെ പൊപ്പിച്ചിങ്ങനെ നിൽക്കുന്നു, ഇത് കഴിച്ചാൽ ഇതുപോലെ ആകുമെന്ന് വിചാരിച്ച് നമ്മളൊക്കെ നമ്മുടെ ശരീരം മെച്ചപ്പെടുത്താന്ന് പറഞ്ഞ് ഇത് കഴിക്കും. 2 ദിവസത്തേക്ക് കുറച്ച് പ്രയോജനം കിട്ടുമായിരിക്കും, അത് കഴിഞ്ഞ് പിന്നെയും പഴയ മതിയാ. അപ്പൊ ഈ ടോണിക് ഇഫക്റ്റ് എന്ന് പറയും. എക്കണോമിക്സിൽ അങ്ങനെ ഒരു സിദ്ധാന്തം തന്നെയുണ്ട്, ടോണിക് ഇഫക്റ്റ്. അപ്പൊ ഇതുപോലെയാണ് ടോണിക് ഇഫക്റ്റ്. കാരണം തിരുമേനിയുമായിട്ട് ഈ പ്രസംഗമൊക്കെ കേൾക്കുക, അല്ലെങ്കിൽ ഇതുപോലെ വലിയ സുവിശേഷകരെ പ്രസംഗിക്കുമ്പോൾ നമുക്ക് ഗംഭീരമായിരിക്കുന്നു, നല്ല അസൽ പ്രസംഗമായിരുന്നു എന്ന് പറയും. അവിടെ നിന്ന് എല്ലാം അവസാനിക്കും, പിന്നൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഇത് പറയുന്നതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തണ്ടേ, മാറ്റം വരുത്തണ്ടേ? ആ മാറ്റം സംഭവിക്കുന്നില്ല. നോക്കൂ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ കത്തോലിക്കരുടെ പള്ളികളിലൊക്കെ ലിറ്റിൽ ഫ്ലവർ ചർച്ച് എന്ന് എഴുതിക്കുന്ന കണ്ടിട്ടില്ലേ? അവിടെ ലിറ്റിൽ ഫ്ലവർ എന്ന് പറഞ്ഞ ഒരു പള്ളി ചെല്ലുമ്പോൾ കാണാം, ഒരു കന്യാസ്ത്രീയുടെ ഒരു ചിത്രം അവിടെ ഉണ്ടാവും, ലിറ്റിൽ ഫ്ലവർ. അപ്പൊ ഈ കന്യാസ്ത്രീ ഒരു കൊച്ചു പെൺകുട്ടിയായിരുന്നു. പള്ളിയിൽ ഇതുപോലെ കൊയറിന് പാടാൻ വരുന്ന സമയത്ത്, ഈ പെൺകുട്ടിയായിരുന്ന സമയത്ത് ഇത് പാട്ട് പാടുമ്പോൾ ഇതിന്റെ കാലുകൾ നിലത്ത് തൊട്ടിരുന്നില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. അവൾ പാട്ട് പാടുമ്പോൾ അവൾ സ്വയം വായുവിൽ പൊങ്ങിപ്പോകുമായിരുന്നു. അപ്പോൾ അവൾ പ്രാർത്ഥനയോട് അത്രയ്ക്കും ഭക്തി പാരവശ്യത്താൽ അവളുടെ കാലുകൾ ഉയർന്നു പോകുമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അവൾ പറയുമായിരുന്നു, ജീസസ് put me down എന്ന് പറഞ്ഞ് അവൾ പ്രാർത്ഥിക്കുമായിരുന്നു. കർത്താവിനോട് ഭയങ്കരമായ വിവരിക്കാനാവാത്ത വർണ്ണിക്കാനാവാത്ത ഒരു ബന്ധം ആ കുട്ടിക്ക് കർത്താവിനോട് ഉണ്ടായിരുന്നു. അതിന് ജീവിതം മാറ്റിമറിച്ചത് ഒരു ക്രിസ്മസ് രാത്രി അവൻ കർത്താവുമായിട്ടുള്ള ഒരു സംഭാഷണം നടത്തിയതിലൂടെയാണ്. ആ സംഭാഷണം നടത്തി കഴിഞ്ഞപ്പോൾ ഈ കൊച്ചു പെൺകുട്ടിയിൽ വലിയ മാറ്റമുണ്ടായി. അവൾ ഒരു തികഞ്ഞ ഭക്തയായ കന്യാസ്ത്രീയായി, അവൾ വിശുദ്ധിയായിട്ട് പ്രഖ്യാപിച്ചു. ഈ കന്യാസ്ത്രീയെ കുറിച്ച് ഒരു കഥയുണ്ട്, അത് സംഭവതയാണ്. ഈ കന്യാസ്ത്രീ ഒരിക്കൽ കൊച്ചു പെൺകുട്ടിയായിരുന്ന അവസരത്തിൽ ഇവൾ നടന്നു പോയപ്പോൾ എതിരെ ഒരു പയ്യൻ വരുന്നത് കണ്ടു. അത് കണ്ടിട്ട്
ആ പയ്യൻ ഈ കന്യാസ്ത്രീയോട് ചോദിച്ചു, നീ ആരാണ് എന്ന് ചോദിച്ചു. അപ്പോൾ കന്യാസ്ത്രീയുടെ പേര് തെരേസ എന്നായിരുന്നു. അപ്പോൾ പെൺകുട്ടി പറഞ്ഞു, ഐ ആം തെരേസ ഓഫ് ജീസസ് എന്ന് പറഞ്ഞു. ഞാൻ ജീസസിന്റെ തെരേസയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ തെരേസ എന്നിട്ട് ആ പയ്യനോട് ചോദിച്ചു, നീ ആരാണ് എന്ന് ചോദിച്ചു. അപ്പോൾ പയ്യൻ പറഞ്ഞു, ഐ ആം ജീസസ് ഓഫ് തെരേസ എന്ന് പറഞ്ഞു. തെരേസ എന്ന പെൺകുട്ടിക്ക് കർത്താവ് പ്രത്യക്ഷനാകുന്നതിനെ കുറിച്ചുള്ള സംഭവ കഥയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നമുക്ക് ഇങ്ങനെ പറയാൻ സാധിക്കുമോ? എന്നോട് എന്തെങ്കിലും ചോദിച്ചു, നീ ആരാണ് എന്ന് ചോദിച്ചു, ഞാൻ പറയും, ഞാൻ മാവേലിക്കര കുറ്റിപ്പള്ളിയിൽ ഈശോ തോമസിന്റെ മകൻ ജിജി തോമസ് എന്ന് പറയും. തിരുമേനിയോട് ചോദിച്ചാൽ എങ്ങനെ പറയുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എങ്കിലും നമ്മളെല്ലാവരും ഇങ്ങനെ പ്രതികരിക്കുകയുള്ളൂ. ഞാൻ എൻ്റെ കർത്താവിൻ്റെ മകനാണ് എന്ന് പറയാൻ നമ്മളെ കൊണ്ട് സാധിക്കുമോ? ഈ തെരേസ പറഞ്ഞതുപോലെ ഐ ആം തെരേസ ഓഫ് ജീസസ് എന്ന് പറയാൻ എന്നാണ് നമുക്ക് കഴിയുക? ആ ഒരു മാറ്റം എന്നാണ് നമുക്ക് ഉണ്ടാവുക? അങ്ങനെ ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, കർത്താവ് പ്രത്യക്ഷപ്പെട്ടോ, കർത്താവ് നേരിട്ട് പ്രത്യക്ഷപ്പെട്ട ഒരുപാട് പേരുണ്ട്. ഒരാളുടെ കാര്യം കൂടി ഞാൻ പറയാം. ശ്രീരാമകൃഷ്ണ പരമഹംസനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വിവേകാനന്ദന്റെ ഗുരുവായിരുന്നു ശ്രീരാമകൃഷ്ണ പരമഹംസൻ. ഇന്ന് ആ ശ്രീരാമകൃഷ്ണ പരമഹംസന് വളരെ ഇന്ത്യ കണ്ട വലിയൊരു മുനിയായിരുന്നു. അദ്ദേഹം കൽക്കട്ടയിലായിരുന്നു അദ്ദേഹത്തിന്റെ ആശ്രമം. അദ്ദേഹം ഒരിക്കൽ വൈകുന്നേരം നടക്കാനിറങ്ങുമ്പോൾ എതിരെ ഒരാൾ വരുന്നത് കണ്ടു. അപ്പോൾ അദ്ദേഹം ശ്രീരാമകൃഷ്ണ പരമഹംസൻ ആ മനുഷ്യനെ കണ്ടിട്ട്, കരുണാർദ്രമായ കണ്ണുകളുള്ള ആ മനുഷ്യനെ കണ്ടിട്ട് അദ്ദേഹത്തിന്റെ മുഖത്തോട്ട് സൂക്ഷിച്ചു നോക്കി. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്നെ അറിയുമോ എന്ന് ചോദിച്ചു. അപ്പോൾ രാമകൃഷ്ണ പരമഹംസൻ പറഞ്ഞു, അറിയുമോ എന്നോ? അങ്ങല്ലേ മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ജീവൻ വെടിഞ്ഞ പുരുഷൻ തന്റെ ജീവൻ വെടിഞ്ഞ യേശുക്രിസ്തു എന്ന് ചോദിച്ചു. യേശുക്രിസ്തു ശ്രീരാമകൃഷ്ണ പരമഹംസർക്ക് ഇങ്ങനെയാണ് പ്രത്യക്ഷപ്പെട്ടത്. അതുകൊണ്ടാണ് രാമകൃഷ്ണാശ്രമത്തിൽ എവിടെയെങ്കിലും പോയി നോക്കുക, ഏത് രാമകൃഷ്ണാശ്രമത്തിൽ ചെന്നാലും അവിടെ കർത്താവിന്റെ ചിത്രം വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അവർ വലിയ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെടുന്നത് ക്രിസ്ത്യാനികൾക്ക് വേണമെന്നില്ല. ആരാണോ അവന്റെ ജീവിത രീതികൾ, അവൻ പറഞ്ഞത്, സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു കൊടുത്തിട്ടുള്ളത്, അവൻ സമീപസ്ഥനാണ്. അവന്റെ മുഖത്തേക്ക് നോക്കുന്നത് ഒരു നാളും ലജിച്ചു പോയിട്ടില്ല. അവർ പ്രശോഭിതരാകും, പ്രകാശപൂരിതരാകും. അങ്ങനെ പ്രകാശപൂരിതരായി മാറണം നമുക്ക്. ഒരിക്കൽ ഒരു വിവാഹ വാർഷികത്തില് ഒരു സമ്മാനം കൊടുത്തു. ഒരു ദമ്പതിമാരുടെ 25ാം വിവാഹ വാർഷികമായിരുന്നു. 25ാം വിവാഹ വാർഷികം ആയിരുന്ന വേളയിൽ ഒരു സമ്മാനം കൊടുത്തു. എന്തായിരുന്നു സമ്മാനം എന്നറിയാമോ? ഒരു ലൈറ്റർ. ഈ ലൈറ്റർ എന്ന് പറഞ്ഞാൽ സിലിണ്ടറിൽ കത്തിക്കുന്ന ലൈറ്റർ. അപ്പൊ ഈ ലൈറ്റർ കൊടുത്തു. പക്ഷെ ഈ ലൈറ്ററിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു, ഈ ലൈറ്ററിന് ഒരു പ്രത്യേകതയുണ്ട്, ഇത് രാത്രിയിൽ സ്വയം അത് പ്രകാശിതമാകും, അത് രാത്രിയിൽ സ്വയം അത് ഇലൂമിനേറ്റ് ചെയ്യും. അപ്പം ഇത് എവിടെയെങ്കിലും രാത്രി ഒരു കോർണർ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ലൈറ്റർ അന്വേഷിച്ച് നടക്കണ്ട, അത് സ്വയം ഇലൂമിനേറ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പോയി കണ്ടെത്താൻ സാധിക്കും എന്ന് പറഞ്ഞു. അപ്പോഴേ അവർ വിചാരിച്ചു ഇത് കൊള്ളാലോ എന്ന് കരുതി അന്ന് രാത്രിയിൽ ഇത് കൊണ്ടുവച്ചു. പക്ഷേ ഇയാൾ പറഞ്ഞതുപോലെ അത് സ്വയം ഇലൂമിനേറ്റ് ചെയ്തില്ല, അത് സ്വയം പ്രകാശിതമായില്ല. പിറ്റേ ദിവസം അവർ വിചാരിച്ചു ഇത് വല്ല ഡ്യൂപ്ലിക്കേറ്റ് സാധനമായിരിക്കും, വല്ല ചൈനയായിരിക്കും എന്ന് വിചാരിച്ചിട്ട് നോക്കുമ്പോൾ അതിനകത്ത് ഫ്രഞ്ച് ഭാഷയിൽ എന്തോ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്താവും എന്ന് വിചാരിച്ച് അവർ ഫ്രഞ്ച് ഭാഷ അറിയാവുന്ന ഒരാളോട് ചോദിച്ചു, ഇതിലെന്തോ എഴുതിയിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് ഇത് സ്വയം ഇലൂമിനേറ്റ് ചെയ്യുന്ന ഒന്നാണ്, പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. എന്താ കണ്ടീഷൻ? ഇത് പകൽ സമയം മുഴുവനും സൂര്യപ്രകാശത്തിൽ വെച്ചിരിക്കണം. ഇത് സോളാർ പാനൽസ് ഇതിലുണ്ട്. അപ്പൊ സൂര്യപ്രകാശത്തിൽ നിന്നും ഇത് ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് രാത്രി ഇത് ഇലൂമിനേറ്റ് ചെയ്യും. അപ്പൊ സൂര്യപ്രകാശത്തിൽ നിന്നും അത് ഊർജം ഉൾക്കൊണ്ടെങ്കിൽ മാത്രമേ അതിന് പ്രകാശിതരാകാൻ സാധിക്കൂ. പ്രിയപ്പെട്ടവരെ, നമ്മളും ഇതുപോലെ ഒരു ലൈറ്റർ ആക്കണം. നമ്മൾ ഇതുപോലെ സൂര്യപ്രകാശത്തിൽ നിന്നും ഊർജം സ്വീകരിക്കുന്ന പോലെ നാം നമ്മുടെ കർത്താവിൽ നിന്നും ഊർജം സ്വീകരിക്കണം. ആ ഊർജ സ്രോതസ്സിൽ നിന്നും വേണം നാം ശക്തി പകരേണ്ടുന്നത്. അവന്റെ സാന്നിധ്യം കൊണ്ട് നമ്മുടെ ജീവിതം പ്രകാശപൂരിതമാകണം. നമുക്ക് ആ ദിവ്യ സൗന്ദര്യ ചിറയിൽ എന്നും മുങ്ങിക്കുളിക്കുവാനുള്ള സൗഭാഗ്യം ഉണ്ടാവണം. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് നാം യഥാർത്ഥ ക്രൈസ്തവരായി മാറുന്നത്.
അപ്പോഴാണ് നാം കർത്താവിനെ നെഞ്ചിലേറ്റി നടക്കുന്നവർ എന്ന് പറയാൻ കഴിയുന്നത്. അപ്പോഴാണ് നാം യഥാർത്ഥ ക്രൈസ്തവ ശിഷ്യനാകുന്നത്. അപ്പോഴാണ് നാം തിരുമേനി പറഞ്ഞതുപോലെ നാം സുവിശേഷത്തിന്റെ ഭാഗവാക്കുകളാകുന്നത്. കർത്താവിനെ നെഞ്ചിലേറ്റി നടക്കുക, അവന്റെ പരസ്യ പലകകളാവുക, അവന്റെ അംബാസിഡർമാരാവുക, അവന്റെ സ്വഭാവ വൈശിഷ്ട്യത്തിന്റെ ഒരംശമെങ്കിലും നമ്മുടെ ജീവിതത്തിലൂടെ കാണിക്കാൻ തയ്യാറാവുക. ഇതാവട്ടെ ഇന്നത്തെ നമ്മുടെ ജീവിത ലക്ഷ്യം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഉദ്ഘാടന പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു.